ഭാരത രാഷ്ട്ര സമിതി നേതാവ് കെ കവിതയെ തിഹാർ ജയിലിനുള്ളിൽ CBI അറസ്റ്റ് ചെയ്തപ്പോൾ കിലോമീറ്ററുകൾ അകലെ പിണറായി വിജയന്റെ മകൾ വീണ ഭയക്കുന്നത് എന്തുകൊണ്ട്? വീണയ്ക്ക് കവിതയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് മുൻപ് പ്രതിപക്ഷം ആരോപണം ഉയർത്തിയിരുന്നു. കവിത പിടിക്കപ്പെട്ടത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ്. CMRL കേസിൽ വീണയ്ക്കെതിരെ ED ഉയർത്തുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ്. മാത്രമല്ല, കവിത പിടിക്കപ്പെട്ട കേസിൽ പ്രതികൾ മലയാളികളാണ്. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് CBI കവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കവിതയെ കഴിഞ്ഞ ശനിയാഴ്ച ജയിലിനുള്ളിൽ വെച്ച് CBI ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളാണ് 46-കാരിയായ കെ കവിത. ഡൽഹി പുതിയ മദ്യനയം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഭരണപാർട്ടിയായ ആം ആദ്മിക്ക് 100 കോടി നൽകിയ സൗത്ത് ഗ്രൂപ്പ് എന്ന കമ്പനിയുമായി കവിതയ്ക്ക് ബന്ധമുണ്ട് എന്നായിരുന്നു ആരോപണം. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് EDയുടെ ചോദ്യം ചെയ്യലിനാണ് കവിതയെ തിഹാർ ജയിലിലേക്ക് മാറ്റിയത്. ഹൈദരാബാദിലെ ബാൻചോറ ഹിൽസിലുള്ള വസതിയിൽ മാർച്ച് 15-നാണ് ED കവിതയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ കവിതയെ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായത്. പ്രത്യേക കോടതിയുടെ ഉത്തരവോടെയാണ് CBI തിഹാർ ജയിലിനുള്ളിൽ വെച്ച് കവിതയെ ചോദ്യം ചെയ്തത്. കേസിൽ കൂട്ടുപ്രതിയായ ബുജി ബാബുവിന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ചാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കവിതയെ CBI ചോദ്യം ചെയ്തത്. അതേസമയം കേന്ദ്ര ഏജൻസികൾ തന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ജീവിതം താറുമാറാക്കാനാണ് ശ്രമിക്കുന്നതെന്ന കവിത കോടതിയിൽ വ്യക്തമാക്കി. വക്കീൽ മുഖേനയാണ് കവിത കോടതിക്ക് തുറന്ന കത്ത് നൽകിയത്. ഞാൻ ഇരയാണ്. എന്റെ വ്യക്തി ജീവിതവും പൊതുജീവിതവും ഉന്നം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ചുറ്റും നടക്കുന്നത്. വാർത്താ ചാനലുകളിലെല്ലാം എന്റെ മൊബൈൽ ഫോൺ കാണിക്കുന്നു. എന്റെ വ്യക്തി ജീവിതത്തിലേക്കുള്ള പരസ്യമായ കടന്നുകയറ്റമാണിത്. എല്ലാ അന്വേഷണ ഏജൻസികളുമായി ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് രേഖകളെല്ലാം നൽകിയിട്ടുണ്ട്. ഞാൻ നശിപ്പിച്ചു എന്ന് ED അവകാശപ്പെടുന്ന എല്ലാ മൊബൈൽ ഫോണുകളും കൈമാറാൻ തയ്യാറാണെന്നും വക്കീൽ മുഖേന കോടതിക്ക് കൈമാറിയ കത്തിൽ കവിത പറയുന്നു. തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളും ED കേസിൽ പ്രതിസ്ഥാനത്തുള്ള കെ കവിതയ്ക്ക് കേരളത്തിൽ ബിസിനസ് ബന്ധമോ? സംസ്ഥാനത്തെ ഒരു ഉന്നതനും അദ്ദേഹത്തിന്റെ കുടുംബവുമായി കവിതയ്ക്ക് ബിസിനസ് ബന്ധമുണ്ടോ എന്നറിയുന്നതിന് ED അന്വേഷണം തുടങ്ങിയതായി മനസ്സിലാക്കുന്നു. വളരെ മുൻപേ ഇത്തരമൊരു ആരോപണം കേരളത്തിലെ കാറ്റിൽ അലയടിക്കുന്നുണ്ട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെയും ശോഭയുടെയും മകളായി കരീം നഗറിലാണ് കവിത ജനിച്ചത്. VNR വിജ്ഞാന ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് BTech ബിരുദവും സദേൺ മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസും പൂർത്തിയാക്കി. തെലങ്കാനയിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹത്തോടെ 2006-ൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവർ USA-യിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു. ബിസിനസ്സുകാരനായ ദേവനപ്പള്ളി അനിൽകുമാറിനെയാണ് കവിത വിവാഹം കഴിച്ചത്. അവർക്ക് 2 ആൺമക്കളുണ്ട്, ആദിത്യയും ആര്യയും. വിവാഹശേഷം 2003-ൽ കവിത ഭർത്താവിനൊപ്പം US-ലേക്ക് മാറി. 2006-ൽ പിതാവിനെ സഹായിക്കാൻ ഇന്ത്യയിൽ തിരിച്ചെത്തി. 2014-ലാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിഭജിച്ച് തെലങ്കാന എന്ന പുതിയ സംസ്ഥാനം രൂപീകരിച്ചത്. കവിതയുടെ പിതാവ് സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി വാദിച്ച പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. 2014 മെയ്യിൽ സംസ്ഥാന അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും സീറ്റുകൾ തൂത്തുവാരി. KCR തെലങ്കാനയുടെ ആദ്യ മുഖ്യമന്ത്രിയായി. 2006-ൽ തെലങ്കാന സംസ്ഥാന രൂപീകരണ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ടു പോയത് കാരണം KCR കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചതോടെയാണ് തെലങ്കാന പ്രസ്ഥാനത്തിന് പുതിയ ഉണർവ് ലഭിച്ചത്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ടറിയാൻ കവിത തെലങ്കാന മുഴുവൻ പര്യടനം നടത്തിയിട്ടുണ്ട്. ഈ യാത്ര പൊതുസമൂഹത്തെക്കുറിച്ചും തെലങ്കാനയെക്കുറിച്ചും കവിതയുടെ ധാരണയിൽ മാതൃകാപരമായ മാറ്റത്തിന് കാരണമായി. 2014-ൽ തെലങ്കാന സംസ്ഥാന രൂപീകൃതമായതിനു ശേഷം കവിത നിസാമാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും 1,64,284 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. തെലങ്കാനയിലുടനീളമുള്ള പ്രസ്ഥാനത്തെ പിന്തുണച്ച് സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിലും പ്രകടനങ്ങളിലും അവർ സജീവ നേതൃത്വം വഹിച്ചു. ഈ സമരങ്ങൾ അവരെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. MP എന്ന നിലയിൽ പാർലമെന്റിലും പൊതുജീവിതത്തിലും കവിത ആവേശത്തോടെ തെലങ്കാനയുടെ ക്ഷേമത്തിനായി വാദിച്ചു. 2019-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ നിസാമാബാദിൽ നിന്ന് MP ആയും കവിത മത്സരിച്ചു. അരവിന്ദ് ധർമ്മപുരിയോട് 70,875 വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. 2020 ഒക്ടോബറിൽ നിസാമാബാദ് ലോക്കൽ അതോറിറ്റി മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ കൗൺസിൽ അംഗമായി കവിത തെരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ സിറ്റിംഗ് അംഗം R ഭൂപതി റെഡ്ഡിയുടെ അയോഗ്യതയെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു ഇത്. 2021 ഡിസംബറിൽ നടന്ന തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് 2ാം തവണയും കവിത നിസാമാബാദ് ലോക്കൽ അതോറിറ്റി മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 2022 ജനുവരി 19-ന് അവർ MLC ആയി സത്യപ്രതിജ്ഞ ചെയ്തു. വൻ ബിസിനസ് ബന്ധങ്ങളാണ് കവിതയ്ക്കുള്ളത്. തികച്ചും അപ്രതീക്ഷിതമായാണ് കവിത EDയുടെ വലയിൽ കുരുങ്ങിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് BRS നേതാവും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിത കുരുങ്ങിയത്.